ദിലീപേട്ടൻ്റെ കൂടെ വർത്താനം പറയാനും ഒരുമിച്ച് അഭിനയിക്കാനും കഴിഞ്ഞാൽ ഭാഗ്യമായി കരുതുന്നു. ബാക്കി വിഷയങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല, അതൊന്നും എനിക്കറിയില്ല. സംഭവിച്ച കാര്യം സംഭവിക്കാൻ നമ്മൾ പറയുന്ന അർത്ഥമില്ല. സോ ദിലീപേട്ടൻ്റെ ഒരു ക്യാരക്ടർ, ദിലീപേട്ടൻ്റെ വൈഫിനെ ആ സിനിമയിൽ പോലീസ് ഓഫീസർമാർ കൊണ്ടുപോയി പീഡിപ്പിച്ച് ആ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ലേഡിനെ കാണുന്നില്ല. അത് അന്വേഷിക്കാൻ വേണ്ടി ദിലീപേട്ടൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സീനുണ്ട്. അതായത് പോലീസ് ക്യാമ്പിൽ ഒരു സീനുണ്ട്. അത് എൻ്റെ കണ്ണ് തന്നെ സീനാണ്. ഞാൻ ആ മുമ്പിൽ ഇരിക്കുക, അതായത് വൺ ഓഫ് ദി ആളാണ് ദിലീപേട്ടൻ്റെ ഇവിടെ നിൽക്കുക. അസാധ്യ അഭിനയം, എനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം നിറഞ്ഞത്. ഞാൻ കാണുക, പുള്ളിക്കാരൻ്റെ അഭിനയം കാണുക. നമ്മൾ സിനിമയിലല്ല കാണുന്നത്, ഡയറക്ടർ കാണുക. പുള്ളി വന്ന് എൻ്റെ വൈഫിനെ അങ്ങനെ ആ പുള്ളി ഒന്നും പറയില്ല. ഞാൻ വേറെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ അഭിനയം നേരിട്ട് കണ്ടിട്ടില്ലേ, ഈ വ്യക്തിയുടെ അഭിനയം നേരിട്ട് കണ്ടാളാ. അത് എന്നെ ശരിക്കും കണ്ണു നനയിച്ചു. ഞാനല്ല അവിടെ വന്ന ഒരാൾക്കാരൊക്കെ അത്രയും റിയലായിട്ട് ഏത് മലയാള സിനിമയിൽ ഏത് ക്യാരക്ടർ ചെയ്യാമോ, ഏത് പിടിക്കാൻ പറ്റിയ ഒരു അസാധ്യ കഴിവുള്ള ദിലീപേട്ടൻ. ഏത് ചെയ്യുമ്പോൾ കുഞ്ഞിക്കുഞ്ഞായിട്ട് അഭിനയിച്ചു, മായാമോഹിനായിട്ട് അഭിനയിച്ചു, ചാന്തുപൊട്ടിലെ ആ ഒരു ട്രാൻസ് കഥാപാത്രം ചെയ്തു അല്ലേ. അങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങൾ പിടിച്ച വ്യക്തി ദിലീപേട്ടൻ. അപ്പം ഞാൻ പുള്ളിയെ അത്ര ഇഷ്ടപ്പെടുന്നു.